അകത്തേക്ക് പോയപ്പോൾ ഞാൻ റോഡിൽ ചെന്ന് നോക്കി. അവൻ വണ്ടിയെടുത്ത് പോകുന്നതെന്നും കണ്ടു. ഇടക്കവൻ എന്നെ നോക്കി ചിരിക്കുകയും ചെയ്തു. പിന്നെ ഒരാഴ്ചത്തേക്ക് അവനെ കണ്ടില്ല. എനിക്ക് അവനെ കാണാൻ ഉള്ളിൽ ചെറിയൊരു മോഹം തോന്നി. അവൻ്റെ സംസാരവും നോട്ടവുമാണോ അതിന് കാരണമെന്നറിയില്ല. ഒരിക്കൽ മോളുടെ കയ്യിൽ നിന്നും ഫോൺ താഴെ വീണ് എന്തോ പറ്റി. ഞാൻ എത്ര ശ്രമിച്ചിട്ടും അത് ഓണാകുന്നില്ല. ഞാനതവിടെ വെച്ചു. കുറച്ച് കഴിഞ്ഞ് ഇക്ക ഉമ്മയുടെ ഫോണിൽ വിളിച്ചിട്ട് എന്നെ കിട്ടുന്നില്ലെന്ന് പറഞ്ഞു. ഉമ്മ ഫോൺ എൻ്റെ കയ്യിൽ തന്നു. ഞാൻ കാര്യം ഇക്കയെ അറിയിച്ചു. എന്നെ ഇക്ക കുറേ ചീത്ത പറഞ്ഞു. ഒന്നും അറിയാത്ത കുഞ്ഞിൻ്റെ കയ്യിൽ ഫോൺ കൊടുത്തത് എന്തിനാണെന്ന് ചോദിച്ച് കുറേ വഴക്ക് പറഞ്ഞു. ഞാൻ എന്ത് ചെയ്യാനാ, മോളെടുത്തത് ഞാൻ കണ്ടില്ലെന്ന് പറഞ്ഞു. അവസാനം ഇക്ക ദേഷ്യപ്പെട്ടുകൊണ്ട് ഞാൻ അവനെ വിളിച്ച് പറയാം, ഫോൺ നീ അവൻ്റെ കയ്യിൽ കൊടുക്ക്, അവൻ നന്നാക്കി തരുമെന്ന് പറഞ്ഞു. ആരാ? ഞാൻ ഇക്കയോട് ചോദിച്ചു. വിനോദ്. അവനെ വിളിച്ച് പറയാം, ഉള്ളതിൽ അവനെയാണ് എനിക്ക് കൂടുതൽ വിശ്വാസം. ശരി ഇക്ക. ഉള്ളിൽ ചെറിയ സന്തോഷം തോന്നി. വീണ്ടും അവനെ കാണാൻ പറ്റുമെന്ന് വിചാരിച്ചു. വൈകുന്നേരം വരെ എങ്ങനെയോ കഴിച്ചുകൂട്ടി. വൈകുന്നേരമായപ്പോൾ വിനോദ് വീട്ടിലേക്ക് വന്നു. ഞാനും ഉമ്മയും ഉണ്ട്. ഉപ്പ വീട്ടിലില്ലായിരുന്നു. ഞാൻ ചെന്ന് ഡോറ് തുറന്നപ്പോൾ തന്നെ അവൻ്റെ ചിരിയും ഒരു നോട്ടവും. അല്ല, ആരാ ഇത്? ആയിഷയോ? നീ അങ്ങ് വണ്ണം വെച്ചല്ലോ. ഓ പിന്നെ, ചുമ്മാ തോന്നുന്നതെനിക്ക്. വാ കേറ്. ഉമ്മയും ഉപ്പ എവിടെ? അവൻ ചോദിച്ചു. ഉമ്മ അകത്തുണ്ട്, നിസ്കരിക്കാം. ഉപ്പ പുറത്തേക്ക് പോയി. ഓ, നിന്റെ നിസ്കാരമൊക്കെ കഴിഞ്ഞോ? മോളെവിടെ? ഉറങ്ങ. എന്താ, വിളിക്കണോ? വേണ്ട, മോള് പാല് കുടിച്ച് കിടക്കല്ലേ, ഉറങ്ങിക്കോട്ടെ. ശരി. അല്ല, ഇവിടെയൊന്നും ഇല്ലേ? ഇങ്ങോട്ടൊന്നും വരുന്നത് കണ്ടില്ല ഇത്രയും നാൾ. ഞാൻ ചോദിച്ചു. എന്തു പറ്റി? എന്നെ കാണാതെ വിഷമിച്ചോ? ഓ പിന്നെ, എനിക്ക് വേറെ പണിയില്ല. പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷം? അവനവിടെ സോഫയിൽ പോയിരുന്നിട്ട് പറഞ്ഞു. ഓ, എന്തോന്ന് സുഖം, തനിക്കൊക്കെ അല്ലേ സുഖം? പിന്നെ എനിക്ക് ഭയങ്കര സുഖമാണല്ലോ. നമ്മളൊക്കെ കുഴപ്പമില്ലാതെ പോകണം മാഷേ. അല്ല, തൻ്റെ കല്യാണം കഴിഞ്ഞില്ലേ? ഞാൻ ചോദിച്ചു. ഇല്ലടോ, നോക്കുന്നുണ്ട്. പറ്റൊരെണ്ണത്തിന് കിട്ടണ്ടേ? എവിടെ നിന്ന് കിട്ടാൻ? കയ്യിലിരിപ്പ് അതല്ലേ. എന്ത് കയ്യിലിരിപ്പ്? ഓ, ഒന്നും അറിയാത്ത പോലെ. താൻ പറയാതെ ഞാൻ എങ്ങനെ അറിയാനാടോ? കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ പറഞ്ഞതും നോക്കിയതും ഒന്നും ഓർമ്മയില്ല തനിക്ക്? എന്തു പറഞ്ഞു? ഞാൻ എവിടെ നോക്കിയെന്ന്? കൂടുതൽ കളിക്കണ്ട, വേഗം പെണ്ണ് കെട്ടിക്കോ, അതാ നല്ലത്. ആ, അതിന് നല്ലൊരു കിടിലൻ പെണ്ണിനെ കിട്ടണ്ടേ? ഓ, അതെന്താ ഒരു കിടിലൻ പെണ്ണ്? നിങ്ങൾ ആണുങ്ങൾക്ക് കിടിലൻ തന്നെ വേണോ? ഞാൻ ചോദിച്ചു. അത് പിന്നെ നല്ല ഒത്ത ശരീരവും കാണാനും നല്ല ഭംഗിയും ഷേപ്പും ഉള്ളതിനെ നാട്ടിൽ അങ്ങനെയാ പറയാ. ആ, അങ്ങനെ തന്നെപ്പോലെ ഒരു പെണ്ണിനെ കിട്ടിയാൽ മതിയായിരുന്നു, അവൻ പറഞ്ഞു. അതെന്താ? അത് പിന്നെ വേണ്ടോളം അനുഭവിക്കാലോ. പിന്നെ അല്ല, അപ്പോൾ ഞാനും അതുപോലെയാണെന്നാണോ താൻ പറയുന്നേ? ഏതുപോലെ? അല്ല, താൻ നേരത്തെ പറഞ്ഞ പോലെ. കിടിലനാണോ, അതാണോ? എന്നെ കണ്ട അങ്ങനെ തോന്നുമോ? പിന്നെ അല്ലാതെ, താനൊരു ഒന്നൊന്നര മുതലല്ലേ. അയ്യേ, ഒന്ന് പോടാ. അതേടോ, തന്നെ പോലൊന്നിനെ കിട്ടിയ ജീവിതം നന്നായി ആസ്വദിക്കായിരുന്നു. പറയുന്ന പോലെ ഒന്നുമല്ലടോ, ഞാൻ പറഞ്ഞു. അതെന്താ? എനിക്കൊക്കെ എന്ത് ജീവിതം? അതെന്താടോ? അത് ഇക്ക അവിടെയല്ലേ സമ്പാദിക്കാൻ പോയപ്പോൾ എൻ്റെ ജീവിതം ഇങ്ങനെയായി. ഇനി എന്താ ആസ്വദിക്കാൻ? അതൊക്കെ തനിക്ക് തോന്നുന്നതാ. ഒന്ന് വിചാരിച്ചാൽ ജീവിതമൊക്കെ ആസ്വദിക്കാൻ കഴിയും, അവൻ പറഞ്ഞു. ഞാൻ വിചാരിച്ചാലൊന്നും നടക്കില്ല, ഇക്കയും കൂടി വിചാരിക്കണം. അതൊക്കെ നമുക്ക് ശരിയാക്കാന്നേ. നിന്റെ ബെസ്റ്റ് ഫ്രണ്ടല്ലേ എൻ്റെ ഇക്ക, നീ ഒന്ന് പറഞ്ഞു നോക്ക്. എന്ത്? അല്ല, അങ്ങേർക്ക് വേണ്ടി ഒരു പെണ്ണിവിടെ കാത്തിരിക്കുന്നുണ്ടെന്ന്. എന്താ, ഞാൻ പറയണോ ഒരു സുന്ദരി പെണ്ണ് ഇവിടെ കാത്തിരിക്കുന്നുണ്ടെന്ന്? അയ്യോ വേണ്ടേ,
അങ്ങേര് അവിടെ തന്നെ ഇരുന്നോട്ടെ, വന്നിട്ടും വലിയ കാര്യമൊന്നുമില്ല. ഞാൻ പറഞ്ഞു. എന്നാ പറയുന്നില്ല. അല്ല, ആരെയാ താൻ സുന്ദരി എന്ന് വിളിച്ച് എന്നെയാണോ? പിന്നല്ലാതെ, ഞാനും താനും അല്ലേ ഇപ്പം എവിടെയുള്ളൂ. വേറെ പെണ്ണിനെയൊന്നും ഞാൻ കണ്ടില്ല. അധികം കളിയാക്കണ്ട. കളിയാക്കിയതല്ലടോ, കാര്യമായിട്ട് പറഞ്ഞതാ. ഞാനൊക്കെ എന്ത് സുന്ദരി. കല്യാണം കഴിഞ്ഞ് മോളുണ്ടായ പിന്നെ എല്ലാം പോയി. ഓ പിന്നെ, കല്യാണത്തിന് വന്നപ്പോഴുള്ള കോലം ഞാൻ കണ്ടതല്ലേ. ഇപ്പോൾ നല്ല തടിച്ചു കൊഴുത്ത് അലുവ പോലെയുണ്ട്, അവൻ പറഞ്ഞു. പിന്നെ പോടെ വന്ന്. മോളുണ്ടായപ്പോൾ കുറച്ചുകൂടി സൗന്ദര്യം കൂടി കാണും. അത് മോളുണ്ടായപ്പോൾ കുറച്ച് വണ്ണം കൂടിയതാ. വണ്ണം മാത്രമല്ല, വേറെ ചിലതും കൂടിയിട്ടുണ്ട്, അവൻ പറഞ്ഞു. എന്ത്? ഒന്നുമില്ല. മനസ്സിലാവുന്നുണ്ട്. നിന്റെ കളി ഇത്തിരി കൂടുന്നുണ്ട്. നാക്കിന് എല്ലില്ല. ഇടക്ക് നിന്റെ നോട്ടം അത്ര ശരിയല്ല. ഞാൻ ഇക്കയോട് പറയണോ? അയ്യോ വേണ്ടായേ, ഞാൻ നോക്കുന്നേ ഇല്ല. ഇത്തിരി സൗന്ദര്യമുള്ളവരെ നോക്കുന്നത് തെറ്റാണോ? അവൻ ചോദിച്ചു. അയ്യടാ, അങ്ങനെ ഇപ്പോൾ നോക്കണ്ടട്ടോ. നോക്കാൻ ഇക്കയുണ്ടല്ലോ, പിന്നെ എന്തിനാളേ വേറെ ആള്? ഓ പിന്നെ, അതിൻ്റെ കാര്യമൊന്നും പറയണ്ട. അപ്പോഴേക്കും ഉമ്മ നിസ്കാരം കഴിഞ്ഞെത്തി. നീ എപ്പോൾ വന്നു വിനോദേ? അത് ഞാൻ കുറച്ച് മുമ്പ് വന്നുമ്മ. ഉമ്മ അപ്പോൾ നിസ്കരിക്കായിരുന്നു, അതാ വിളിക്കാനത്. ശരി, നീ ചായ കുടിച്ചോ വന്നിട്ട്? അത് തരാനുള്ള ആള് മിണ്ടിക്കൊണ്ടിരുന്ന എങ്ങനെയാ കുടിക്കുന്നേ? അവൻ പറഞ്ഞു. അവൻ അങ്ങനെ പറഞ്ഞത് എന്നെ നോക്കിക്കൊണ്ടാണ്. ആ സമയത്ത് അവിടെ ഉമ്മ നിൽക്കുന്നതുകൊണ്ട് ഞാനൊന്നും പറഞ്ഞില്ല. നീ ഒന്നും അവന് കൊടുത്തില്ലേടി? ഉമ്മ ചോദിച്ചു. ആ, ഞാനത് മറന്നു. അവൻ കയറി വന്നപ്പോൾ വിശേഷങ്ങൾ ചോദിച്ചിരുന്നു പോയി. ഇപ്പോൾ കൊണ്ടുവരാം. ഞാൻ അകത്ത് പോയി ചായ ഉണ്ടാക്കിക്കൊണ്ട് വന്നപ്പോഴേക്കും അവനും ഉമ്മയും അവിടെ ഇരുന്ന് സംസാരിക്കുന്നുണ്ടായിരുന്നു. ചായ അവൻ്റെ കയ്യിൽ കൊടുത്തിട്ട് ഞാൻ മുകളിലേക്ക് പോയി കുഞ്ഞിനെ നോക്കാൻ. അപ്പോഴേക്കും മോൾ ഉണർന്നിരുന്നു. ഞാൻ മോളെയും എടുത്ത് താഴേക്ക് വന്നു. എന്നിട്ട് സോഫയിലിരുന്നു. എൽ ഷേപ്പിലുള്ള സോഫയായിരുന്നു. അവിടെ ഞങ്ങൾ 3 പേരും ഇരുന്നു. കുറേ ദിവസമായല്ലോ കണ്ടിട്ട്, എങ്ങോട്ടൊക്കെയെന്ന് നിനക്ക് ഇറങ്ങിക്കൂടെ? ഉമ്മ അവനോട് ചോദിച്ചു. അത് കുറച്ച് ജോലി തീർക്കാൻ പോയിരിക്കായിരുന്നു ഉമ്മ, അതാ കാണാനേ. ഇന്ന് രാവിലെ ഇക്ക വിളിച്ചായിരുന്നു വീട്ടിലേക്ക് ചെല്ലാൻ, അതാ വന്നേ. ആയിഷയുടെ ഫോൺ കംപ്ലൈൻ്റാണ്, നന്നാക്കാൻ കൊടുക്കാൻ പറഞ്ഞിരുന്നു. ആ, ഞാനത് മറന്നു. നീ കൊണ്ടുപോയി ശരിയാക്കിയിട്ട് വാ. ഫോണിന് എന്തു പറ്റി? വിനോദ് എന്നോട് ചോദിച്ചു. അത് മോളുടെ കയ്യിൽ നിന്നും താഴെ വീണതാ, പിന്നെ അത് വർക്ക് ചെയ്യുന്നില്ല. ആ, അതുകൊണ്ടിപ്പോൾ എൻ്റെ ഫോണിലാ 2 കൂടി വിളി, ഉമ്മ പറഞ്ഞു. അങ്ങനെയൊന്നും ഇല്ലട്ടോ. ഇടയ്ക്കിടെ ഞാൻ നാണത്തോടെ പറഞ്ഞു. കുറച്ചു നാൾ കഴിയുമ്പോൾ ഇക്ക ഇങ്ങോട്ടല്ലേ വരുന്നത്, ഒന്ന് ക്ഷമിക്കത് വരെ. വിനോദ് എന്നെ കളിയാക്കിക്കൊണ്ട് പറഞ്ഞു. ആ, ഇവളല്ലേ ക്ഷമിക്കുന്നേ, ഇവൾക്കാ ക്ഷമയില്ലാത്തതൊന്നിനും. ഉമ്മ അത് പറഞ്ഞതും വിനോദ് എന്നൊക്കെ പൊട്ടിച്ചിരിച്ചു. ഒന്ന് പോവുമ്മ, ഞാൻ പറഞ്ഞു. എന്നാ ഫോൺ കൊടുത്തു വിടുമോളെ, വേഗം തന്നെ നന്നാക്കിക്കൊണ്ട് വരട്ടെ. ഫോൺ മുകളിലെ റൂമിലെ ഉമ്മ, എടുത്തോണ്ട് വരട്ടെ. മോളെ ഒന്ന് പിടിച്ചേ. മോളെ ഇങ്ങോട്ടതാ, ഞാനെടുക്കാം. വിനോദ് മോളെ വാങ്ങാനായി കൈ നീട്ടി. ഞാൻ അവൻ്റെ കയ്യിൽ മോളെ കൊടുത്തു. ഉമ്മ ഉള്ളത് കൊണ്ട് തൊടാതെയാണ് അവൻ മോളെ വാങ്ങിയത്. ഞാൻ വേഗം മുകളിലേക്ക് കയറിപ്പോയി ഫോണുമായി തിരികെ വന്നു. ഉമ്മ അപ്പോൾ മുറിയിലേക്കോ അടുക്കളയിലേക്കോ പോയിരുന്നു. അവൻ എൻ്റെ കയ്യിലേക്ക് കുഞ്ഞിനെ തന്നു. കയ്യിൽ ഫോണിരിക്കുന്നതുകൊണ്ട് ഒരു കൈ കൊണ്ടാണ് ഞാൻ മോളെ മേടിച്ചത്. അവൻ മോളെ തന്നപ്പോൾ ചില സ്ഥലത്തൊക്കെ അവൻ്റെ കൈ കൊണ്ടു. എന്താടാ ഇത്? ഞാൻ ചോദിച്ചു. എന്ത്? അപ്പോഴേക്കും ഉമ്മ കടന്നു വന്നതുകൊണ്ട് പിന്നെ ചോദിക്കാൻ പറ്റിയില്ല. അവൻ പോകാനുള്ള ധൃതി കാണിച്ചു. വേഗം ഫോണിൽ നിന്നും സിം ഊരി തന്നിട്ട് ഫോൺ നന്നാക്കിയിട്ട് തിരിച്ചു തരാമെന്നും പറഞ്ഞ് ഉമ്മയോട് യാത്ര പറഞ്ഞിറങ്ങി. ഞാൻ മോളെയും എടുത്ത് തിരികെ റൂമിൽ കൊണ്ടുവന്ന് കിടത്തി. സിം എടുത്ത് വെച്ചു. അപ്പോഴാണ് മെമ്മറി കാർഡ്, അതിലുള്ള കാര്യം എനിക്ക് ബോധം വന്നത്. അപ്പോഴേക്കും അവൻ പോയിരുന്നു. എന്ത് ചെയ്യണമെന്നറിയാതെ ഞാൻ കുഴഞ്ഞുപോയി. ഇക്കയോട് വിളിച്ച് പറഞ്ഞാലോ എന്ന് ഞാൻ ആലോചിച്ചു.
ഇനി അതിനും കൂടി വഴക്ക് കേൾക്കേണ്ടെന്ന് കരുതി ഞാൻ വേണ്ടെന്ന് വെച്ചു. ഉമ്മയുടെ അടുത്ത് പോയി അവൻ്റെ നമ്പർ ഉണ്ടോയെന്ന് ഞാൻ ചോദിച്ചു. ഇല്ലെന്നാണ് ഉമ്മ പറഞ്ഞത്. എന്തിനാണെന്ന് ചോദിച്ചപ്പോൾ എപ്പോഴാ ഫോൺ കിട്ടുക എന്നറിയാനാ, പിന്നെ പൈസയും കൊടുക്കണ്ടേന്ന് ഞാൻ പറഞ്ഞു. നീ ബേജാറാവണ്ട, ഓനത് നോക്കിക്കോളുമെന്ന് ഉമ്മ പറഞ്ഞു. ഞാൻ തിരികെ ഒന്നും മിണ്ടാതെ റൂമിൽ വന്ന് ബെഡിൽ മോളുടൊപ്പം കിടന്ന് ഓരോന്നാലോചിച്ചു. അതിലെ ഫോട്ടോസ് എങ്ങാനും കാണുമോ എന്ന് കുറേ നേരം ഞാൻ ചിന്തിച്ചു. കാണാൻ മാത്രം ഫോട്ടോസ് ഒന്നുമില്ല. ഒന്നോ രണ്ടോ ഫോട്ടോ തനിച്ചും ബാക്കി ഇക്കയുടെയും മോളുടെ കൂടെ ഉള്ളതും. കൂടിയാൽ ഒരു 10 ഫോട്ടോസ് ഉണ്ടാവും. എന്നാലും ഓരോന്ന് ഞാൻ ചിന്തിച്ച് കിടന്നു. പിറ്റേ ദിവസം ഫോൺ കടയിൽ കൊടുത്ത് കാണുമോ, നന്നാക്കിയോ എന്നൊക്കെയുള്ള ടെൻഷനായിരുന്നു എനിക്ക്. ഇക്ക വിളിക്കുമ്പോഴൊക്കെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് ഞാൻ വേഗം വെക്കും. ഫോൺ കയ്യിൽ കിട്ടുന്നവരെ ഉറക്കമില്ലാത്ത ഒരവസ്ഥയായിരുന്നു. ആരോട് ചോദിക്കും, അവനെ വിളിക്കാൻ നമ്പറും ഇല്ല. അന്ന് വൈകിട്ട് ഉമ്മയുടെ ഫോണിൽ കോൾ വന്നു. ഉമ്മയാണ് അതെടുത്തത്. എന്നെ വിളിച്ച് പറഞ്ഞു ഫോൺ നാളെ രാവിലെ എത്തിക്കാമെന്ന്. ഫോൺ ശരിയായോ ഉമ്മ? എന്താ അവൻ പറഞ്ഞേ? ഞാൻ ചോദിച്ചു. അതെന്തോ താഴെ വീണതിൻ്റെ ഹാങ്ങാണ്, നോക്കി ശരിയാക്കി നാളെ എത്തിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഓ, സമാധാനമായി, ഞാൻ പറഞ്ഞു. ഇനിയെങ്കിലും ഫോൺ സൂക്ഷിക്കണം മോളെ, മോൾക്ക് കൊടുക്കാതെ നോക്കി വെക്കണം, ഉമ്മ എന്നോട് പറഞ്ഞു. ആ ശരി ഉമ്മ. ഞാൻ കുറച്ച് ആശ്വാസത്തോടെ അകത്തേക്ക് കയറിപ്പോയി. എങ്ങനെയൊക്കെയോ വൈകിട്ട് വരെ ഞാൻ കഴിച്ചുകൂട്ടി. രാത്രി കിടന്നപ്പോഴും ചിന്ത അതായിരുന്നു, ഫോണ്. അന്ന് കുഞ്ഞിനെ കയ്യിൽ തന്നപ്പോൾ അവൻ്റെ ചെറിയ രീതിയിലുള്ള വികൃതികൾ ഞാൻ ഓർത്തു കിടന്നു. എങ്ങനെയോ ഞാൻ നേരം വെളുപ്പിച്ചു. പിറ്റേന്ന് രാവിലെ ഉമ്മയും ഉപ്പയും കൂടി പഞ്ചായത്തിൽ പോവാണെന്ന് പറഞ്ഞു. ഒരു 9 മണി കഴിഞ്ഞപ്പോൾ അവരിറങ്ങി. അവിടുന്ന് ഒരു അരമണിക്കൂർ യാത്രയുണ്ട്. ഞാൻ മോളെയും എടുത്ത് മുറിയിലിരുന്ന് ഫുഡ് കൊടുക്കായിരുന്നു. മുമ്പിലത്തെ ഡോറ് ചേർത്തടച്ചിട്ടേ ഉള്ളൂ. എൻ്റെ മുറിയിലേക്കും ആരും കടന്ന് വരാനില്ലല്ലോ എന്നോർത്തുകൊണ്ട്. മോൾക്ക് പാല് കൊടുത്തുകൊണ്ടാണ് ഞാൻ കിടക്കുന്നത്. മോൾ കുടിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ അറിയാതെ ഒന്ന് മയങ്ങിപ്പോയി. പെട്ടെന്ന് എന്തോ സൗണ്ട് കേട്ട് കണ്ണു തുറന്ന് നോക്കുമ്പോൾ വിനോദ് എൻ്റെ അടുത്ത് നിന്ന് കുറച്ച് മാറി നിൽക്കുന്നത് ഞാൻ കണ്ടു. അവനെ കണ്ടതും ഞാൻ ചാടി എഴുന്നേറ്റു. മോൾ അപ്പോഴേക്കും കിടന്നുറങ്ങിയിരുന്നു. ഞാൻ വേഗം എല്ലാം ഉള്ളിലാക്കി ദേഷ്യപ്പെട്ടു. നിനക്കൊന്ന് ചോദിച്ചിട്ടൊക്കെ വന്നൂടെ? എന്നും വരുമ്പോൾ ബെല്ലടിച്ചിട്ട് വന്നൂടെ? എന്തൊക്കെയോ ഞാൻ പറഞ്ഞ് അവനോട് ദേഷ്യപ്പെട്ടു. അവൻ ഒന്നും മിണ്ടാതെ കേട്ട് നിന്നതേ ഉള്ളൂ. അവൻ ഫോൺ താഴെ മേശയിൽ വെച്ചിട്ട് ഇറങ്ങിപ്പോയി. ഞാൻ വേഗം ചാടി ഫോൺ കയ്യിലാക്കി. ഫോണെല്ലാം നോക്കി. എല്ലാം ഉണ്ട്, ഫോട്ടോസും നമ്പേഴ്സും എല്ലാം. ഫോട്ടോ കണ്ടു കാണുമോ? ഞാൻ ഓർത്തു. ഞാൻ വേഗം റൂമിൽ നിന്നും എഴുന്നേറ്റ് താഴെ വന്ന് നോക്കിയപ്പോഴേക്കും ഗേറ്റ് കടന്ന് അവൻ പുറത്തേക്ക് പോകുന്നത് ഞാൻ കണ്ടു. അങ്ങനെ വിനോദ് വീട്ടിൽ നിന്നും പോയ ശേഷം എനിക്ക് വല്ലാത്തൊരു മാനസികാവസ്ഥയായിരുന്നു. തെറ്റ് എൻ്റെ ഭാഗത്താണ്. ഡോർ തുറന്നിട്ടുകൊണ്ടല്ലേ അവൻ കയറി വന്നത്. വീട്ടിൽ അവന് സ്വാതന്ത്ര്യമുള്ളതുകൊണ്ട് അവൻ കയറി വന്നു. എന്നാലും അവൻ കണ്ടു കാണുമോ? അയ്യോ, അതോർക്കാൻ കൂടി വയ്യ. അവനോട് അപ്പോഴുള്ള ദേഷ്യത്തിൽ നല്ല ചീത്തയും പറഞ്ഞു. പറയേണ്ടത് തന്നെയാണ്, പക്ഷേ എൻ്റെ ഭാഗത്തും തെറ്റില്ലേ എന്ന് ചിന്തിച്ചു. അവൻ വന്നത് ഞാനും അറിഞ്ഞില്ല. എന്തോ അവനുള്ളത് കൊണ്ടല്ലേ ഫോൺ വേഗം നന്നാക്കി കെട്ടിയത്. ഇപ്പോഴത്തെ കാലത്ത് ആരെയും വിശ്വസിക്കാൻ പറ്റില്ല എന്ന അവസ്ഥയായി. എന്നാലും ഇക്കയുടെ പ്രിയ സുഹൃത്തല്ലേ, എന്തിനും ഏതിനും ഒരു സഹായത്തിന് അവനല്ലേ ഉള്ളൂ എന്നൊക്കെ ഓർത്തിരുന്നു. ഉമ്മയും ഉപ്പയും വന്നപ്പോൾ പറയണോ വേണ്ടോ എന്നാലോചിച്ചു. പറഞ്ഞാൽ ചിലപ്പോൾ അവനെ വീട്ടിൽ കയറ്റില്ല. ഇക്കയും അവനോട് ദേഷ്യപ്പെടും. ആകെയുള്ള സഹായവും ഇനി ഉണ്ടാകില്ല. അവർ വന്നപ്പോൾ അവൻ കയറി വന്നതൊന്നും ഞാൻ പറഞ്ഞില്ല. ഞാൻ ഉമ്മയോട് ഫോൺ കൊണ്ടുവന്ന് തന്നുവെന്ന് മാത്രം പറഞ്ഞു. ഉമ്മ അവനെ പറ്റി നല്ല പയ്യനാ, സ്നേഹമുള്ളവനാ എന്നൊക്കെ എന്നോട് പറഞ്ഞു. അതൊന്നും ഞാൻ തലയിൽ കയറ്റിയില്ല. ഓൻ എപ്പോഴാ വന്നേ? ഉമ്മ ചോദിച്ചു. ഉമ്മ പോയി കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ വന്നു. ആണോ? എന്നിട്ട് പെട്ടെന്ന് പോയോ? ആ, കയറിയില്ല, പെട്ടെന്ന് പോകണമെന്ന് പറഞ്ഞിറങ്ങി. അവനുള്ളത് കൊണ്ട് എന്തായാലും ഇതുപോലുള്ള സഹായങ്ങൾ ചെയ്യുന്നുണ്ടല്ലോ. ഉമ്മ
അത് പിന്നെ ഓനെ ഒന്ന് വിളിച്ചു തരുമോ? അതെന്തിനാ? അതുമ്മ അവൻ കൊണ്ടുവന്ന് തന്നിട്ട് ഒരു താങ്ക്സ് പോലും ഞാൻ പറഞ്ഞില്ല. എന്തെങ്കിലും തോന്നിക്കാണുമോ ആവോ? ഏയ്, അത് സാരമില്ല. ഓന് അങ്ങനെയൊന്നും തോന്നില്ല. വന്നിട്ട് അകത്തേക്കൊന്നും കയറിയില്ലല്ലോ. എല്ലുമ്മ പുറത്ത് നിൽക്കായിരുന്നു. ഞാൻ പറഞ്ഞു, എങ്ങനെയാണെങ്കിലും ഒന്ന് സോറി പറയണമെന്ന് എനിക്കുണ്ടായിരുന്നു. അതിനുവേണ്ടി ഉമ്മ എങ്ങനെയെങ്കിലും പറഞ്ഞ് വിളിപ്പിക്കണമെന്ന് ഞാൻ ആലോചിച്ചു. ഉമ്മ അത് പിന്നെ ഫോൺ നന്നാക്കേണ്ട പൈസ കൊടുക്കാൻ വിട്ടുപോയി. പൈസ അവന് കൊടുക്കണ്ടേ? ഏ, നീ അത് കൊടുത്തില്ലേ? ഇല്ല ഉമ്മ, ഇനിയിപ്പോൾ എന്നാ വരുന്നതെന്ന് അറിയില്ലല്ലോ. കൊടുത്തില്ലെങ്കിൽ മോശമല്ലേ, ഇക്കയും ചോദിക്കില്ലേ? ആ ശരിയാ, ഓനെ ഒന്ന് വിളിച്ചു നോക്കട്ടെ. ഉമ്മ ഫോണെടുത്ത് വിനോദിനെ വിളിച്ചു. ഫോൺ സ്വിച്ച് ഓഫ് ആണ്. എനിക്കെന്തോ സങ്കടം തോന്നി. ചിലപ്പോൾ എന്നോടുള്ള ദേഷ്യമാകുമോ? ഓനെ കിട്ടുന്നില്ല മോളെ, പിന്നെ വിളിക്കാം. അല്ലെങ്കിൽ വാപ്പ കവലയിൽ പോകുമ്പോൾ പറയാം, കണ്ടാൽ ഇവിടേക്കൊന്ന് വരാൻ പറയാൻ. ശരി ഉമ്മ. ഉമ്മ ഫോൺ അവിടെ തന്നെ വെച്ചിട്ട് അകത്തേക്ക് കയറിപ്പോയി. ഞാൻ ഉമ്മയുടെ ഫോണിൽ നിന്നും അവൻ്റെ നമ്പർ എടുത്തു. എന്നിട്ട് ഉമ്മയുടെ ഫോൺ അവിടെ തന്നെ വെച്ച് ഞാൻ റൂമിലേക്ക് പോയി. റൂമിൽ ചെന്ന് ഞാൻ കുറേ നേരം അവനെ വിളിച്ചു. പക്ഷേ കിട്ടുന്നില്ല. അപ്പോഴും സ്വിച്ച് ഓഫ് ആണ്. ഞാൻ പിന്നെ വിളിച്ചില്ല. താഴേക്ക് പോയി അവിടെയുള്ള ജോലികൾ തീർത്തു. ഞാൻ വന്ന് കുടിച്ച് നിസ്കരിച്ച് TV കണ്ടുകൊണ്ടിരുന്നു. കുറച്ച് കഴിഞ്ഞ് മോൾ കരയുന്നുണ്ടായിരുന്നു. ഞാൻ മോൾക്ക് പാല് കൊടുക്കാൻ മുകളിലേക്ക് പോയി. കൊടുത്തു കഴിഞ്ഞപ്പോൾ ഞാൻ ഫോൺ നോക്കി. സമയം രാത്രി 8 മണിയായി. ഓനെ ഒന്ന് വിളിച്ചു നോക്കിയാലോ എന്നെനിക്ക് തോന്നി. ഡോറടച്ചിട്ട് വന്നിട്ട് ഞാൻ അവൻ്റെ നമ്പർ എടുത്ത് വിളിച്ചു. 2 റിങ് അടിച്ചതിന് ശേഷം അവൻ കോൾ എടുത്തു. ഹലോ, ആരാ? വിനോദ് എന്നോട് ചോദിച്ചു. ഹായ്, ഞാൻ ആയിഷയാണ്. ഏതായിഷ? ഏതൊക്കെ ആയിഷയെ നീ അറിയും? എനിക്കങ്ങനെ ആരെ അറിയില്ലല്ലോ. എൻ്റെ സുഹൃത്തിൻ്റെ ഭാര്യ ആയിഷയാണ്. ഇപ്പോൾ മനസ്സിലായോ? പെട്ടെന്ന് തന്നെ കോൾ കട്ടായി. വീണ്ടും വിളിച്ചപ്പോൾ വീണ്ടും കട്ടാവുന്നു. എനിക്ക് ചെറിയ ദേഷ്യവും സങ്കടവും വന്നു. പിന്നെ ഇനി അവനെ വിളിക്കണ്ടെന്ന് തോന്നിയെങ്കിലും തെറ്റ് എൻ്റെ കൂടിയല്ലേ. ഞാൻ വാട്സപ്പിൽ ഒരു മെസ്സേജ് അയച്ചു. ഹായ്, ഹലോ, എന്താ ദേഷ്യമാണോ എന്ന്. റിപ്ലൈ ഇല്ലായിരുന്നു. നെറ്റ് ഓണായിരുന്നെങ്കിലും. അപ്പോൾ ഉമ്മ താഴേക്ക് ആഹാരം കഴിക്കാൻ വിളിച്ചു. ഞാൻ കുഞ്ഞിനെയും എടുത്ത് താഴേക്ക് പോയി. ആഹാരം കഴിച്ച് കുറച്ച് നേരം TV കണ്ടിട്ട് വന്നു. മോൾ ഉറങ്ങുമ്പോഴാണ് ഇക്ക വിളിക്കുന്നത്. ഇക്കയുമായി കുറേ സംസാരിച്ചു. ഫോൺ ശരിയാക്കി തന്നു എന്നൊക്കെ പറഞ്ഞ് കുറേ നേരം അങ്ങനെ പോയി. പിന്നെ ഒരു 10 മണി കഴിഞ്ഞപ്പോഴാണ് അവൻ മെസ്സേജ് അയച്ചിട്ടുണ്ടോ എന്ന് വെറുതെ നോക്കിയത്. അവൻ മെസ്സേജ് കണ്ടിട്ടുണ്ട്, പക്ഷേ റിപ്ലൈ ഇല്ല. ഓൺലൈനിൽ ഇരിക്കുന്നുണ്ട്. മെസ്സേജ് അയക്കണ്ടെന്ന് വിചാരിച്ചെങ്കിലും ഞാൻ ഒന്നുകൂടി അയച്ചു. സോറി, താങ്ക്സ്. കുറച്ച് നിമിഷത്തേക്ക് റിപ്ലൈ വന്നില്ല. 1-2 കസിൻസിന് മെസ്സേജ് അയച്ചിട്ട് നെറ്റ് ഓഫാക്കാൻ തുടങ്ങുമ്പോഴായിരുന്നു അവൻ്റെ മെസ്സേജ്. സാരില്ല, തെറ്റ് എൻ്റെ ഭാഗത്തല്ലേ, അറിയാതെ പറ്റിപ്പോയതാ, സോറി. വിളിച്ചിട്ട് തന്നെയാ കയറി വന്നേ. ആരും വിളി കേൾക്കുന്നില്ല, അതാ ഞാൻ കയറി വന്നത്. എനിക്കറിയില്ലായിരുന്നു അത്. എന്ത്? ഞാൻ ചോദിച്ചു. അല്ല, മോൾക്ക് പാല് കൊടുക്കായിരുന്നെന്ന്. ഓ, അത് ഞാൻ കുഞ്ഞിന് അത് കൊടുക്കുന്ന സമയത്ത് തന്നെ കയറി വന്നല്ലേ. ഞാൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു. അത് കയറി വന്നപ്പോൾ കൊടുക്കായിരുന്നു, അല്ലാണ്ട് വേറെ ഒന്നുമില്ല. അവൻ്റെ കുസൃതി നടന്ന സംസാരം കേട്ടപ്പോൾ ഒന്ന് കളിപ്പിക്കാൻ എനിക്ക് തോന്നി. ഇല്ലെന്നോ? ഇടയ്ക്കിടെ എന്നെ നോക്കാറില്ലേ നീ? ഞാനോ? എപ്പോ? കള്ളം പറയല്ലേ. ഇടയ്ക്കൊക്കെ നിൻ്റെ നോട്ടവും സംസാരവും ഞാൻ മനസ്സിലാക്കുന്നുണ്ട്. അത് ആയിഷയ്ക്ക് തോന്നുന്നതാ. ഓ, പേരൊക്കെ വിളിക്കാൻ തുടങ്ങിയോ നീ? പേര് വിളിച്ചാൽ എന്താ, ഇഷ്ടമായില്ലേ? ഇഷ്ടമായി. എന്തിനാ നേരത്തെ താങ്ക്സ് പറഞ്ഞത്? അത് എൻ്റെ ഫോൺ നന്നാക്കി തന്നില്ലേ, അതിനുള്ളത് അവിടെ വെച്ച് തന്നെ തന്നില്ലേ? എന്ത്? വീട്ടിൽ വന്നപ്പോൾ പറഞ്ഞില്ലേ, അത് തന്നെ ധാരാളം. ഓ, അതപ്പോഴത്തെ ദേഷ്യം കൊണ്ട് കാണാൻ പാടില്ലാത്തത് കണ്ട പിന്നെ പറയണ്ടേ? ആണോ?
എന്നാ പിന്നെ എന്തിനാ ഇപ്പോൾ താങ്ക്സ് പറഞ്ഞേ? അത് പിന്നെ തെറ്റ് എൻ്റെ കൂടി ഭാഗത്താണല്ലോ. ദേഷ്യപ്പെട്ട് ഇറങ്ങിപ്പോയതാണെന്ന് എനിക്ക് മനസ്സിലായി. അതാ ഞാൻ. അത് സാരില്ല, തന്നെ കണ്ടിട്ടില്ല ഞാൻ. എനിക്ക് നിൻ്റെ ഇക്കാനോടും വീട്ടുകാരോടുള്ള ഇഷ്ടം കൊണ്ടാ ഒന്നും പറയാതിരുന്നേ. ഓ അത് ശരി. അപ്പോൾ കണ്ടതൊന്നും തെറ്റല്ലല്ലേ? അതിന് ഞാനൊന്നും കണ്ടില്ലല്ലോ. നുണ പറയണ്ട, കണ്ടെന്ന് എനിക്കറിയാം. എന്ത് കണ്ടെന്ന്? അയ്യേ, അത് ഞാനാണോ പറയേണ്ടത്? താനല്ലേ കണ്ടത്. അതിന് ഞാനൊന്നും കണ്ടില്ലടോ. ഇനിയും കിടന്ന് ഉരുണ്ട് കളിക്കണ്ട. എന്ത് കളിക്കാൻ? ഒന്നും. കാണേണ്ടതൊക്കെ ഇയാൾ കണ്ടെന്ന് എനിക്കറിയാം. എന്ത് കണ്ടെന്നാ താനീ പറയുന്നേ? സത്യം പറ, താൻ കണ്ടില്ലേ ഒന്നും? ഇല്ലടോ. പിന്നെ അവിടെ നിന്ന് നോക്കിയത് പിന്നെ എന്താ? എന്ത് നോക്കാൻ? ദേ വിനോദേ, എനിക്ക് ദേഷ്യം വരുന്നുണ്ട് കേട്ടോ. ദേഷ്യം വരണേ ഞാനെന്ത് ചെയ്യണം? ഞാൻ കുറച്ച് ദേഷ്യം കാണിച്ചുകൊണ്ട് പറഞ്ഞു. കണ്ടില്ലേ ഒന്നും ഞാൻ കുഞ്ഞിന് കൊടുക്കുന്നത്? ഞാൻ കണ്ടില്ല കുഞ്ഞിന് കൊടുക്കുന്നത്. ഞാനത് കൊടുക്കുമ്പോൾ നീ അങ്ങോട്ടേക്ക് നോക്കിയില്ലേ? ഇല്ലടോ. ഓ, നീ കള്ളം പറയണ്ട, സത്യം ചെയ്. സത്യം ചെയ്യുന്നത് എന്തിനാ? സത്യം ചെയ്താലേ ഞാൻ വിശ്വസിക്കൂ. സത്യമൊന്നും ഞാൻ ചെയ്യില്ല. അതെന്താ? അത് ശരിയാവില്ല. ആ, അത് കണ്ടതുകൊണ്ടല്ലേ താൻ സത്യം ചെയ്യാത്തേ? പിന്നെ വിനോദ് ഒന്നും മിണ്ടിയില്ല. റിപ്ലൈ വരുന്നില്ല. ഞാൻ വീണ്ടും അതേ ചോദ്യം ആവർത്തിച്ചു. കള്ളം പറയുന്നവരാണ് സത്യം ചെയ്യാത്തത്. ഞാനിപ്പോൾ എന്താ വേണ്ടേ? നീ ഒന്നും കണ്ടില്ലെങ്കിൽ സത്യം ചെയ്. എന്ത് കണ്ടുന്ന്? എന്താണ് നീ പറയുന്നേ? ഓഫ്, ദേ പിന്നെ കുഞ്ഞിന് അത് കൊടുക്കുന്നതാണോ? വിനോദ് ചോദിച്ചു. പെട്ടെന്നവൻ അങ്ങനെ പറഞ്ഞപ്പോൾ എനിക്ക് എന്തോ പോലെയായി. ഞാനൊന്ന് മൂളി. അതൊന്നും ശരിക്കും ഞാൻ കണ്ടിട്ടില്ലടോ. ചി, താൻ കണ്ടത് പിന്നെ എന്താ? അത് കുറച്ച് കണ്ടു. ഇല്ല, എനിക്കറിയാം നീ മൊത്തം കണ്ടെന്ന്. ഇല്ല, ഞാനാ കണ്ണ് കണ്ടിട്ടില്ല. എന്താ, അതും കാണണോ? കണ്ടതൊക്കെ പോരെ? ഞാൻ ചോദിച്ചു. ഇനി എനിക്ക് കാണാൻ കഴിയില്ലേ അത്? ഒന്ന് പോടാ, ഇക്കറിഞ്ഞാലുണ്ടല്ലോ. ഇക്കറിഞ്ഞാൽ എന്താ? ഷേ, പോടാ, മതി. ഇനി ആരോടൊന്നും ഇത് പറയരുത്, കേട്ടല്ലോ? എന്നാലും. എന്തെന്നാലും? പ്ലീസ്, ഇത് വേറെ ആരും അറിയരുത്. ഇനി ഇങ്ങനെ ഉണ്ടാവാതെ ഞാൻ നോക്കിക്കോളാം. അപ്പോൾ ഇനി ഉണ്ടാവില്ല? പോടാ ഒന്ന്. ഇക്കറിഞ്ഞ എന്നെ കൊല്ലും. അതിന് നിൻ്റെ ഇക്കാക്ക് അത് വേണ്ടല്ലോ. ആര് പറഞ്ഞു? വേണമെങ്കിൽ നിന്നെപ്പോലൊരു മൊഞ്ചത്തിയെ ഇവിടെ തനിച്ചാക്കി പോകുമോ? അത് പിന്നെ എനിക്കും ഇക്കാക്കും കുട്ടികൾക്കും വേണ്ടിയല്ലേ ഇക്ക അവിടെ പോയി കഷ്ടപ്പെടുന്നത്. ആ, അത് ശരിയാ. പക്ഷേ ഇപ്പോൾ നിങ്ങളുടെ രണ്ടാളുടെ യൗവനം തീർന്നു പോകല്ലേ. ഒരു പ്രായമായി കഴിയുമ്പോഴല്ലേ ഇക്ക വരൂ. അപ്പോഴേക്കും എല്ലാം കഴിഞ്ഞിട്ടുണ്ടാവും. സമ്പാദിക്കാൻ തുടങ്ങിയാൽ ജീവിതം ആസ്വദിക്കാൻ പറ്റില്ല. ശരിയാണ്. എന്നാലും ഇക്കയോട് പറഞ്ഞ കേൾക്കൂലേ? അവൻ ചോദിച്ചു. നിനക്കൊന്ന് പറഞ്ഞൂടെ? നന്നായി. എന്നേക്കാൾ നിന്നെയല്ലേ ഇഷ്ടം. അപ്പോൾ നീ പറ. നിന്നെ ശരിക്കൊന്ന് കണ്ടാൽ പിന്നെ ഇക്ക അടുത്തുനിന്ന് മാറില്ലല്ലോ. ഷേ, പോവിടുന്ന്. അങ്ങനെയൊന്നും ഇല്ലട്ടോ. ആണോ? ആ. അങ്ങനെ ആ മെസ്സേജ് അന്ന് രാത്രി വെളുക്കോളം നീണ്ടുപോയി. എപ്പോഴോ ഞാൻ കിടന്നുറങ്ങി. അപ്പോൾ ഇതിൻ്റെ അടുത്ത പാർട്ട് ഞാൻ ഉടൻ തന്നെ ഇടാട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. അതുപോലെ ഇതുപോലുള്ള സ്റ്റോറികൾ മുഴുവനായും പച്ചയ്ക്ക് കേൾക്കാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ അടിയിലെ കമൻറ്റ് ബോക്സിൽ ഞാനൊരു ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അതിൽ കയറി എനിക്കൊരു മെസ്സേജ് അയച്ചാൽ മതി കേട്ടോ. അപ്പോൾ പുതിയൊരു കഥയായിട്ട് നമുക്ക് വീണ്ടും കാണാം. എല്ലാവരും കാത്തിരിക്കുക.